നമസ്കാരം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി അസമിലെ കോൺഗ്രസ് എംഎൽഎമാരായ കമലാഖ്യ ദേവ് പുർഗസ്തെയും ബസന്ത ദാസും നിയമസഭയിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് പിന്തുണ നൽകിയിരിക്കുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ടാണ് ഈ മണിക്കൂറുകളിൽ പുറത്തു വരുന്നത്. അസമിലെ കോൺഗ്രസ് പാർട്ടിക്ക് ഈ രണ്ട് എംഎൽഎമാരും രാജിക്കത്ത് നൽകുകയും ചെയ്തിട്ടുണ്ട്. റിപ്പബ്ലിക് TV ആണ് ഈ ഒരു വിവരം ആദ്യം പങ്കുവച്ചിരിക്കുന്നത്. സംസ്ഥാനത്തിന്റെ വികസനത്തിനായി താൻ BJP സർക്കാരിനെ പിന്തുണയ്ക്കുന്നു എന്നാണ് കമലാഖ്യ ദേവ് പുർഗസ്ത പറഞ്ഞത്. അസം മുഖ്യമന്ത്രിയായ ഹിമന്ത ബിശ്വ ശർമ്മയുമായി ഈ രാജിവെച്ച രണ്ട് എംഎൽഎമാരും ഉടൻ തന്നെ കൂടിക്കാഴ്ച നടത്തുകയും ചെയ്യും. കോൺഗ്രസിന്റെ വിദ്യാർത്ഥി പ്രസ്ഥാനമായ നാഷണൽ സ്റ്റുഡൻസ് യൂണിയൻ ഓഫ് ഇന്ത്യക്കൊപ്പമായിരുന്നു പുർഗസ്ത നേരത്തെ പ്രവർത്തിച്ചത്. അതിനുശേഷം അദ്ദേഹം 2011 നോർത്ത് കരിംഗഞ്ചിൽ നിന്നും MLA ആയി. പിന്നീട് 2016 2021 2 തവണ കരിംഗഞ്ച് സീറ്റിൽ നിന്നും വിജയിച്ച നേതാവാണ്. കോൺഗ്രസിന്റെ ഏറ്റവും ശക്തരായ യുവ നേതാക്കളിൽ ഒരാൾ തന്നെയാണ് ഇദ്ദേഹം. മറ്റൊരു കോൺഗ്രസ് നേതാവ് സിദ്ദിഖി അഹമ്മദും BJP സർക്കാരിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. എന്തായാലും 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് BJPക്ക് പിന്തുണ നൽകിക്കൊണ്ട് 4 കോൺഗ്രസ് MLAമാരാണ് അസമിൽ മറുകണ്ഠം ചാടിയിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും വാർത്തകൾ നിറഞ്ഞത് മഹാരാഷ്ട്ര തന്നെയായിരുന്നു. മഹാരാഷ്ട്രയിൽ ഏതാനും ആഴ്ചകൾക്കുള്ളിൽ 4ഓളം കോൺഗ്രസ് നേതാക്കളാണ് BJP പാളയത്തിലേക്ക് എത്തിയത്. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ സജീവമായ രാഷ്ട്രീയത്തിലുള്ള MLA പദവിയുള്ള കോൺഗ്രസിന്റെ നിയമസഭയിലെ പ്രതിനിധികൾ കൂടി BJPക്കൊപ്പം ചേരുന്നത്. എന്തായാലും രാഹുൽ ഗാന്ധിയുടെ യാത്ര വെറുതെയായി എന്ന് തന്നെ പറയേണ്ടി വരും. അദ്ദേഹത്തിന്റെ ഭാരത് ജോഡോ യാത്ര അസമിലൂടെ കടന്നുപോയിട്ട് ഏതാനും ദിവസങ്ങൾ മാത്രമേ പിന്നിടുന്നുള്ളൂ. അതിന് തൊട്ടു പിന്നാലെ ഇപ്പോൾ അസമിൽ കൂടി കോൺഗ്രസ് കടപുഴകി വീഴുകയാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.